ഒരു ചൊവ്വാഴ്ച ദിവസം രാവിലെയാണ് ലോകം എന്നേക്കുമായി മാറിയത്. പതിവ് പോലെ അതൊരു സാധാരണ ദിവസം തന്നെയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഓഫീസിൽ പോകാൻ വേണ്ടി ബസ്സിന് കാത്തുനിന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്റെ ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ടു. കെനിയയിൽ നിന്ന് ഒരു സ്ത്രീ അടുത്ത സെക്കൻഡിൽ നോക്കിയപ്പോൾ ചൈനയിലെ ഒരു മാർക്കറ്റിൽ നിൽക്കുകയാണ്. അർജന്റീനയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്ന ഒരു കുട്ടി കണ്ണടച്ച് തുറന്നതും മൗണ്ട് എവറസ്റ്റിൽ നിൽക്കുന്നു. ഹോട്ടലിലിരുന്ന ഒരാള് തിരക്ക് കൂടി ഒരു ഹൈവേയുടെ നടുക്ക് പ്രത്യക്ഷപ്പെട്ടു. ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. സോഷ്യൽ മീഡിയകളിൽ മൊത്തം ആൾക്കാര് റാൻഡമായ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലോകത്തിന് കാര്യം പിടികിട്ടി. സംഭവം സകല മനുഷ്യർക്കും ടെലിപോർട്ട് ചെയ്യാനുള്ള ശക്തി കിട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും എവിടെ വേണമെങ്കിലും ഞൊടിയിടയിൽ പോകാൻ കഴിയും. അത് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതവും സന്തോഷവും തോന്നി. പക്ഷെ പ്രശ്നം എന്താണെന്നാൽ ഈ ശക്തിയെ കൃത്യമായി നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് എല്ലാവരും റാൻഡമായ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷമാകുന്നതും. ഇത് ആദ്യത്തെ കുറച്ച് നാളുകൾ വളരെ വലിയൊരു പ്രശ്നമായിരുന്നു. പലരും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് ടെലിപോർട്ട് ആയത്. അത് കാരണം ഒരുപാട് ആക്സിഡന്റ്സ് ഉണ്ടായി. ആഴമേറിയ കുഴിയിൽ ടെലിപോർട്ട് ആകുന്നു, സമുദ്രത്തിൽ ടെലിപോർട്ട് ആകുന്നു, ഉയരം കൂടിയ ഒരു മരത്തിന്റെ മണ്ടയിൽ ടെലിപോർട്ട് ആകുന്നു. അങ്ങനെ ന്യൂസ് ചാനൽസ് മൊത്തം അപകടങ്ങളുടെ വാർത്തകൾ കൊണ്ട് നിറയാൻ തുടങ്ങി. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും ഈ കഴിവിനെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പതിയെ ആൾക്കാര് മനസ്സിലാക്കാൻ തുടങ്ങി. കൃത്യമായിട്ട് ടെലിപോർട്ടേഷൻ ചെയ്യാൻ പഠിച്ചവര് അതെങ്ങനെ ചെയ്യണമെന്ന വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അത് കണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പേരും ടെലിപോർട്ട് ചെയ്യാൻ പഠിച്ചു. ആദ്യം കുറെ അപകടങ്ങൾ ഉണ്ടായെങ്കിലും ടെലിപോർട്ടേഷൻ വലിയൊരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ വെറും ഒരാഴ്ചയേ വേണ്ടി വന്നുള്ളൂ. കാരണം ഒരാഴ്ച കഴിഞ്ഞതും എല്ലാവരും ടെലിപോർട്ട് ചെയ്യാൻ തുടങ്ങി. അതോടെ വാഹനങ്ങളും വിമാനങ്ങളും കപ്പലുകളും അങ്ങനെ സകല ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളും പിന്നെ ആരും ഉപയോഗിക്കാതെയായി. അതുകൊണ്ട് തന്നെ 1000 രൂപ കൊടുത്താൽ ഇപ്പോൾ റേഞ്ച് റോവർ കിട്ടും. റോഡുകളൊക്കെ വാഹനങ്ങളൊന്നുമില്ലാതെ ശൂന്യമാണ്. റോഡുകളിലൊന്നും ആരെയും കാണാനില്ല. സകല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും അടച്ചുപൂട്ടി. അതുമായി ബന്ധപ്പെട്ട കമ്പനികളും പൂർണ്ണമായും തകർന്നു. ആൾക്കാർക്ക് ഇപ്പോൾ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാം. ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സ്വന്തം വീട്ടിൽ വരാം. വർഷങ്ങളായിട്ട് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് അവസാനം സ്വന്തം കുടുംബത്തെ കാണാൻ പറ്റി. ഇപ്പോൾ അന്യരാജ്യങ്ങളിൽ പോകാൻ വിസയുടെയും കിടിതാപ്പുകളുടെയും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പോകാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തോന്നിയതുപോലെ മനുഷ്യര് പോവുകയാണ്. അത് കാരണം പ്രധാനപ്പെട്ട മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും കാല് കുത്താൻ പോലും ഇടമില്ലാതെയായി. ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ ലോകത്തിൽ എവിടെയാണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ സാധനം എത്തിക്കും. ജോലി കഴിഞ്ഞ് ആരും തന്നെ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കാറില്ല. പകരം അടുത്ത സെക്കൻഡിൽ തന്നെ വീട്ടിലെത്തും. മണിക്കൂറുകളോളം യാത്ര ചെയ്ത് സമയം കളഞ്ഞിരുന്ന മനുഷ്യർക്ക് ഇപ്പോൾ ആ സമയം മുഴുവൻ വെറുതെ ഇരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമോ പരിക്കോ പറ്റിയാൽ ആംബുലൻസ് വരുന്നതുവരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ക്ഷണനേരം കൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് ടെലിപോർട്ട് ചെയ്യാം. ആശുപത്രികളിൽ ഇപ്പോൾ പണ്ടത്തേതുപോലെ തിരക്കൊന്നുമില്ല. മിക്കവാറും വാർഡുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. അപകടങ്ങളുടെ വാർത്തകളും ഇപ്പോൾ കേൾക്കാറില്ല. ജോലിക്കും പഠിക്കാനും ഒക്കെ പോകുന്നവരൊന്നും ഇപ്പോൾ ആഹാരം കൊണ്ടുപോകാറില്ല. വിശക്കുമ്പോൾ അവർക്ക് വീട്ടിൽ വന്ന് കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ് പതിവ്. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാമെന്നുള്ളതിനാൽ ഹോസ്റ്റൽസിലും ഹോട്ടൽസിലും ഒന്നും ഇപ്പോൾ ആരും തന്നെയില്ല. അങ്ങനെ ടെലിപോർട്ടേഷൻ മനുഷ്യരാശിക്ക് വലിയൊരു അനുഗ്രഹമായി മാറാൻ തുടങ്ങി. പക്ഷെ ഒരു വശത്തിൽ ടെലിപോർട്ടേഷൻ വലിയൊരു അനുഗ്രഹമായെങ്കിലും മറുവശത്തിൽ അതൊരു വലിയ ശാപമായി മാറുകയായിരുന്നു. പലരും ഈ കഴിവിനെ മുതലെടുക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ സ്കൂളിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെയാണ് പോകുന്നത്. ഒരു കുരുത്തം കെട്ടവൾ വീട്ടുകാരി വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ദേഷ്യത്തിൽ എങ്ങോട്ടോ ടെലിപോർട്ട് ചെയ്തു. ഭാഗ്യത്തിന് അവൾ പ്രത്യക്ഷപ്പെട്ടത് നോർത്ത് കൊറിയയിലാണ്. അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ അവളുടെ വീട് തന്നെയാണ് സ്വർഗമെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ തിരിച്ചു വന്നു. ജയിലിൽ കിടന്നവർക്ക് ടെലിപോർട്ട് ചെയ്ത് രക്ഷപ്പെട്ടു. അവർക്ക് എങ്ങോട്ടാണ് പോയതെന്ന് പോലും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അവർക്ക് ഈ രാജ്യം വിട്ടു തന്നെ പോയി കാണും. ജയിലിൽ കിടന്ന ഒരുത്തൻ അബദ്ധത്തിൽ ടെലിപോർട്ട് ചെയ്തത് നേരെ ഒരു കടുവയുടെ മുന്നിലാണ്. അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ കണ്ടപാടെ കടുവ അവനെ പിടിച്ച് ഡിന്നറാക്കി. ചിലര് സെക്കൻഡുകൾ കൊണ്ടാണ് ബാങ്കുകൾ കൊള്ളയടിച്ചത്. ബാങ്ക് ലോക്കറിനകത്തേക്ക് ടെലിപോർട്ട് ചെയ്ത ശേഷം മൊത്തം പണവും കൊണ്ട് അപ്രത്യക്ഷമായി. മാസ്ക് വെച്ചിരുന്നത് കൊണ്ട് ക്യാമറയിലും അവരാരാണെന്ന് കാണാൻ പറ്റിയില്ല. മറ്റു ചിലര് ജ്വല്ലറികളിൽ കയറി മൊത്തം സ്വർണവും അടിച്ചു മാറ്റി. അങ്ങനെ ആകെ മൊത്തത്തിൽ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും എല്ലാം ഈ കഴിവ് ഒരു മെഗാ ലോട്ടറി പോലെ ആയിരുന്നു. അനന്തരഫലമായി ലോകം മുഴുവൻ അക്രമങ്ങൾ കൊണ്ട് പെരുകി. വെറും 1 മാസം കൊണ്ട് തന്നെ ലോകം മുഴുവൻ താറുമാറായി.
ആൾക്കാർക്കൊന്നും ഇപ്പോൾ പ്രൈവസിയും ഇല്ലാതായിരിക്കുകയാണ്. കാരണം ആർക്ക് വേണമെങ്കിലും ആരുടെ വീട്ടിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. അതിനാൽ സ്വന്തം വീട് പോലും സേഫ് അല്ലാതായിരിക്കുന്നു. മനസമാധാനത്തോടെ ആർക്കും സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങാനെന്നല്ല, ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റുന്നില്ല. സ്വന്തം ജീവൻ പോലും അപകടത്തിലാണ്. എന്തെന്നാൽ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും കൊന്നിട്ട് ഉടൻ തന്നെ അവിടുന്ന് രക്ഷപ്പെടാം. പോലീസുകാരും ഗവൺമെന്റും മൊത്തം ഇതൊക്കെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ലെന്നതാണ് സത്യം. ഭൂരിപക്ഷം പേരും ഇപ്പോൾ ജോലിക്കൊന്നും പോകാറില്ല. എന്തെന്നാൽ ഇപ്പോൾ കാശിന്റെ പ്രാധാന്യം ഇല്ലാതായിരിക്കുകയാണ്. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുള്ള സ്ഥലത്തിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത ശേഷം അതും എടുത്തോണ്ട് അപ്രത്യക്ഷമായാൽ മതി. ആദ്യം കുറച്ചു പേര് മാത്രമേ ഇങ്ങനെ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ പതിയെ പതിയെ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഏകദേശം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വെറും 2 മാസങ്ങൾ കൊണ്ട് തന്നെ അടച്ചു പൂട്ടേണ്ടി വന്നു. അനന്തരഫലമായി ലോകത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയും പൂർണ്ണമായും തകർന്നു. രാജ്യങ്ങളുടെ അതിർത്തികൾക്കൊന്നും ഇപ്പോൾ ഒരു വിലയുമില്ല. തീവ്രവാദികളൊക്കെ തോന്നുന്നത് പോലെയാണ് ബോംബുകൾ പൊട്ടിച്ചു കളിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ലോകമെമ്പാടുമുള്ള മറ്റ് ജീവിവർഗങ്ങളും ചത്തൊടുങ്ങാൻ തുടങ്ങി. അതിന്റെ കാരണം എന്താണെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. ആകെ മൊത്തത്തിൽ ഏതാനും ചില മാസങ്ങൾ കൊണ്ട് തന്നെ ഭൂമി ഒരു നരകതുല്യമായ ലോകമായി മാറി. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഒരുപാട് പേര് ടെലിപ്പോർട്ടേഷന് പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പലരും പല സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത് ഏലിയൻസിന്റെ പണിയാണെന്നാണ് ഒരു കൂട്ടം പേര് വിശ്വസിച്ചത്. മറ്റു ചിലര് ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് കരുതി. വേറെ കുറെ പേര് പാരലൽ യൂണിവേഴ്സ് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കൂട്ടിയിടിച്ചുവെന്നും അങ്ങനെയാണ് നമുക്ക് ടെലിപ്പോർട്ടേഷൻ ശക്തി കിട്ടിയതെന്നും പറഞ്ഞ് രംഗത്ത് വന്നു. അങ്ങനെ ടെലിപ്പോർട്ടേഷന് പിന്നിൽ പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി. ഇവരിങ്ങനെ കഥകൾ പ്രചരിപ്പിക്കുന്നതിനിടയിൽ ലോകമെമ്പാടുമുള്ള പല ശാസ്ത്രജ്ഞരും ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതെന്തായാലും പരിണാമത്തിലൂടെ കിട്ടിയതായിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് ആദ്യമേ തന്നെ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരേ സമയം ഈ ശക്തി കിട്ടില്ലായിരുന്നു. ഭൂമിയിലുള്ള എന്തെങ്കിലും പ്രതിഭാസം കാരണമായിരിക്കുമോ ഇത് സംഭവിച്ചതെന്ന് ചില ശാസ്ത്രജ്ഞർ സംശയിച്ചിരുന്നു. പക്ഷേ ഈ ശക്തി നൽകാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസവും ഭൂമിയിലുള്ളതായിട്ട് ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയെങ്കിൽ മിക്കവാറും ഇത് ഭൂമിക്ക് പുറത്തു നിന്നും വന്ന ശക്തിയായിരിക്കണം. അങ്ങനെ ബഹിരാകാശം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ശാസ്ത്രജ്ഞർക്ക് അത്ഭുതാവഹമായ സത്യാവസ്ഥ മനസ്സിലായത്. സംഭവം നമ്മുടെ സൗരയൂഥത്തിന് സമീപത്തായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 3 പ്രകാശ വർഷങ്ങൾക്കകലെ 2 ന്യൂട്രോൺ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത്. അതിൽ നിന്നുമുള്ള ഊർജ തരംഗങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മുടെ ഭൂമിയിലെത്തിയത്. അന്ന് തന്നെയാണ് മനുഷ്യർക്ക് ടെലിപ്പോർട്ടേഷൻ ശക്തി കിട്ടിയത്. അന്ന് ഭൂമിയിൽ പതിച്ച ഊർജ തരംഗങ്ങളിൽ ശക്തമായ ഗാമ റേസും അപൂർവമായ എക്സോട്ടിക് സ്ട്രെയിഞ്ച് ടാക്യോൺ ഫീൽഡ് പാർട്ടിക്കിൾസും അസാധാരണമായ ഹൈപ്പർ ഇലക്ട്രോമാഗ്നറ്റിക് ഗ്രാവിറ്റിയോൺ പാർട്ടിക്കിൾസും ഉണ്ടായിരുന്നു. ഈ ഗ്രാവിറ്റിയോൺ പാർട്ടിക്കിൾസിന് സ്പേസ് ടൈമിനെ വളച്ചൊടിക്കാൻ കഴിയും. ഗാമ റേസിനാണെങ്കിൽ ജീവികളുടെ DNA മൊത്തം മാറ്റാനും കഴിയും. ടാക്യോൺ ഫീൽഡ് പാർട്ടിക്കിൾസിനാണെങ്കിൽ ബയോളജിക്കൽ ന്യൂറൽ പാത്വേസുമായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റൂ. മനുഷ്യരുടെ തലച്ചോറ് അത്തരം ഒരു ന്യൂറോളജിക്കൽ പാത്വേസ് ആണ്. അനന്തരഫലമായി ആ ടാക്യോൺ പാർട്ടിക്കിൾസ് മനുഷ്യരുടെ ബ്രെയിനുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. അതേസമയം തന്നെ ടാക്യോൺസിനൊപ്പം വന്ന ഗാമ റേസ് മനുഷ്യരുടെ DNA മൊത്തം പുനഃക്രമീകരിച്ചു. അതുകൂടാതെ ഗ്രാവിറ്റിയോൺ പാർട്ടിക്കിൾസ് ആണെങ്കിൽ മനുഷ്യരുടെ DNAയുമായിട്ട് കൂടിക്കലരുകയും ചെയ്തു. അപ്പോൾ ഈ ഗ്രാവിറ്റിയോൺ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറി. അനന്തരഫലമായിട്ടാണ് ആ ഗ്രാവിറ്റിയോൺ പാർട്ടിക്കിൾസിന്റെ സ്പേസ് ടൈമിനെ വളച്ചൊടിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടിയത്. അതായത് ടെലിപ്പോർട്ടേഷൻ ചെയ്യാനുള്ള കഴിവ്. മറ്റ് ജീവികളുടെ തലച്ചോറിനൊന്നും മനുഷ്യരുടെ ബ്രെയിൻസിന്റെ അത്ര സങ്കീർണമായ ന്യൂറോളജിക്കൽ പാത്വേസ് ഇല്ല. അതുകൊണ്ടാണ് ടാക്യോൺസ് മറ്റ് ജീവികളുടെ ബ്രെയിൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്തതും അവയ്ക്കൊന്നും ടെലിപ്പോർട്ടേഷൻ പവർ കിട്ടാത്തതും. ടാക്യോൺ പാർട്ടിക്കിൾസ് ഇന്ററാക്ട് ചെയ്തില്ലെങ്കിലും ഗാമ റേസ് മറ്റ് ജീവികളുടെ ശരീരവുമായിട്ട് ഇന്ററാക്ട് ചെയ്തിരുന്നു. അനന്തരഫലമായി ഒട്ടുമിക്ക ജീവികൾക്കും മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടു. അങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള മറ്റ് ജീവിവർഗങ്ങളൊക്കെ ചത്തൊടുങ്ങിയത്. ഭാഗ്യത്തിന് അപൂർവം ചില ജീവികൾക്ക് മാത്രമേ വംശനാശം സംഭവിച്ചുള്ളൂ. ടെലിപ്പോർട്ടേഷൻ കാരണം ലോകം വളരെ വേഗം നശിക്കാൻ തുടങ്ങി. മനുഷ്യര് ലോകത്തിനെ നശിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതാണ് ശരി. ഇതേ രീതിയിൽ പോയാൽ ഇനിയും അധികം വൈകാതെ തന്നെ മനുഷ്യരാശി വംശനാശത്തിലെത്തും. എങ്ങനെയെങ്കിലും അത് തടയണമെന്ന് ഒരു വിഭാഗം സയന്റിസ്റ്റുകൾ ചേർന്ന് തീരുമാനിച്ചു. ഭാഗ്യത്തിന് ടെലിപ്പോർട്ടേഷൻ എങ്ങനെയാണ് കെട്ടിയതെന്നും അതെങ്ങനെയാണ് വർക്കാകുന്നതെന്നും ഇപ്പോൾ ശാസ്ത്രജ്ഞർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ദുരുപയോഗം തടയാനുള്ള പ്രതിവിധി എങ്ങനെ ഉണ്ടാക്കണമെന്നും ശാസ്ത്രജ്ഞർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു.
അങ്ങനെ അവര് ക്രോണോഗ്രാവിറ്റിക് ഇമ്മൊബിലൈസർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഈ ടെക്നോളജി ഓൺ ചെയ്യുമ്പോൾ അതിന് ചുറ്റും അദൃശ്യമായ വലിയൊരു ഷീൽഡ് ഉണ്ടാകും. ഈ ഷീൽഡ് ആന്റി ഗ്രാവിറ്റിയോൺസ് കൊണ്ടായിരിക്കും നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയോൺസിന് ഈ ഷീൽഡിനുള്ളിലുള്ള സ്പേസ് ടൈമുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കില്ല. അതായത് ആർക്കും തന്നെ ഈ ഷീൽഡിനുള്ളിലുള്ള സ്ഥലത്തിലേക്ക് ടെലിപോർട്ട് ചെയ്യാൻ പറ്റില്ല. അകത്തേക്കും ടെലിപോർട്ട് ചെയ്യാൻ സാധിക്കില്ല, അകത്തുള്ളവർക്ക് പുറത്തോട്ടും ടെലിപോർട്ട് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഈ ടെക്നോളജി സെറ്റ് ചെയ്താൽ പിന്നെ ആ വീട്ടിനകത്തേക്ക് ആർക്കും ടെലിപോർട്ട് ചെയ്യാനാകില്ല. വീട്ടിനകത്തുള്ളവർക്ക് പുറത്തോട്ടും ടെലിപോർട്ട് ചെയ്യാനാകില്ല. ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വളരെ വേഗം തന്നെ ശാസ്ത്രജ്ഞര് മാർക്കറ്റിൽ കൊണ്ടുവന്നു. ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ ടെക്നോളജി അവരുടെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വിതരണം ചെയ്തു. പിന്നെ ഏതാനും ചില മാസങ്ങൾ കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ ടെക്നോളജി കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ ആർക്കും അനധികൃതമായിട്ട് ഒരിടത്തും പ്രവേശിക്കാൻ പറ്റില്ല. പല കമ്പനികളും ക്രോണോഗ്രാവിറ്റിക് ഇമ്മൊബിലൈസർ ടെക്നോളജിയെ പിന്നീട് കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി വികസിപ്പിച്ചു. ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ ക്രോണോഗ്രാവിറ്റിക് സിഗ്നേച്ചർ ട്രാക്കർ എന്നൊരു ടെക്നോളജി കണ്ടുപിടിച്ചു. ഇത് സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജിയാണ്. സംഭവം, ഒരു മനുഷ്യൻ ടെലിപോർട്ട് ചെയ്യുന്ന സമയം അയാളിൽ നിന്നും ഗ്രാവിറ്റിയോൺസിന്റെ ഒരു ചെറിയ എനർജി ഫീൽഡ് പുറത്തു വരും. ഈ എനർജി ഫീൽഡിൽ അയാളുടെ DNA ഡീറ്റെയിൽസ് വരെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എനർജി ഫീൽഡ് ഡിറ്റക്ട് ചെയ്താൽ ആരാണ് ടെലിപോർട്ട് ചെയ്തതെന്ന് തിരിച്ചറിയാനും കഴിയും. അങ്ങനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെക്നോളജിയാണ് ക്രോണോഗ്രാവിറ്റിക് സിഗ്നേച്ചർ ട്രാക്കർ. ഇതിനുവേണ്ടി മാത്രം ഭൂമിക്ക് ചുറ്റും ലക്ഷക്കണക്കിന് സാറ്റലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തിൽ ആര് എവിടെ എപ്പോൾ ടെലിപോർട്ട് ചെയ്താലും അതുടൻ തന്നെ ഇപ്പോൾ ഈ ട്രാക്കറിലൂടെ അറിയാൻ സാധിക്കും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നാണ് ഈ ടെക്നോളജി വികസിപ്പിച്ചതും ഈ സാറ്റലൈറ്റുകളൊക്കെ സ്ഥാപിച്ചതും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഈ ട്രാക്കർ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ഇപ്പോൾ ആർക്കും അനധികൃതമായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ടെലിപോർട്ട് ചെയ്യാനും സാധിക്കില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ടെലിപോർട്ട് ചെയ്താൽ അവരെ ഉടൻ തന്നെ അധികൃതർ കണ്ടെത്തുകയും കഠിനമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. പോലീസുകാർക്ക് പുറമെ ഇപ്പോൾ ഇന്ത്യയിൽ സ്പെഷ്യലൈസ്ഡ് ആന്റി ടെലിപോർട്ടർ ടാസ്ക് ഫോഴ്സ് എന്നൊരു സംഘടനയും കൂടെയുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഇതുപോലത്തെ പുതിയ സംഘടനകളുണ്ട്. അനധികൃതമായിട്ട് ടെലിപോർട്ട് ചെയ്യുന്നവരെ പിടിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ജോലി. അനധികൃതമായിട്ട് ടെലിപോർട്ട് ചെയ്ത് പിടിക്കപ്പെട്ടാൽ 10 വർഷം വരെ ജയിലിലിടും. ജയിലുകളിലും ക്രോണോഗ്രാവിറ്റിക് ഇമ്മൊബിലൈസർ ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് ജയിലിൽ നിന്നും ടെലിപോർട്ട് ചെയ്ത് രക്ഷപ്പെടാനും കഴിയില്ല. ചില രാജ്യങ്ങളിലാണെങ്കിൽ ടെലിപോർട്ടിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അത്തരം രാജ്യങ്ങളിൽ ക്രോണോഗ്രാവിറ്റിക് ഇമ്മൊബിലൈസർ ടെക്നോളജി രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ ടെലിപോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും അവിടെ ആർക്കും തന്നെ ടെലിപോർട്ട് ചെയ്യാനാകില്ല. ടെലിപോർട്ടേഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് പ്രകൃതിക്കാണ്. എന്തെന്നാൽ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളൊക്കെ പുറത്തുവിടുന്ന വാതകങ്ങളാണ് എയർ പൊല്യൂഷന്റെയും ആഗോള താപനത്തിന്റെയും ഒക്കെ ഒരു പ്രധാന കാരണം. എന്നാൽ ടെലിപോർട്ടേഷൻ കിട്ടിയതോടെ ആ പ്രശ്നങ്ങളെല്ലാം മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രകൃതി പണ്ടത്തേതിനേക്കാൾ ഒരുപാട് മനോഹരമാണ്. ഏറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും എല്ലാം ശുദ്ധവായു ശ്വസിക്കുകയാണ്. ആഗോള താപനം വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. അതിനു പുറമെ ഇപ്പോൾ ശബ്ദ മലിനീകരണവുമില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രകൃതി അടിപൊളിയായി.